കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്കില് ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്ന അവസരത്തിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയും പല ഉദ്യോഗാർത്ഥികളും സൊസൈറ്റി കാറ്റഗറിയിലാണ് ജനറലിലാണെങ്കിലും ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വരികയും അതിന്റെ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്ക് ആരംഭിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേരള ബാങ്കില് നിയമനത്തിന് PSC ശുപാർശ ചെയ്ത 409ഓളം ക്ലർക്ക് കാഷ്യർ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. ജനറൽ വിഭാഗത്തില് 207ഉം സഹകരണ സംഘം ജീവനക്കാർക്ക് സംവരണം ചെയ്തതിൽ 202 ഒഴിവുകളിലേക്കാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ സൊസൈറ്റി കാറ്റഗറി പ്രകാരം പ്രാഥമിക സഹകരണ ബാങ്കുകളിലും അർബൻ ബാങ്കുകളിലും 3 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് 50% സംവരണമുള്ളത്. നിലവിൽ ജോലി ഉപേക്ഷിച്ച് കേരള ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചാൽ അത് കേന്ദ്ര നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോലി സ്ഥിരത ഉറപ്പാക്കാനാകുമോ എന്ന ആശങ്കയിലാണ് ഇവര്. ജില്ലാ സഹകരണ ബാങ്ക് എല്ലാ ജില്ലയിലും കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കുകയാണെങ്കിൽ കേരള ബാങ്കിന്റെ നിലനിൽപ്പ് എങ്ങനെയാകും? അല്ലെങ്കിൽ തങ്ങൾ ജോലിയിൽ നിന്ന് മാറി കേരള ബാങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അല്ലെങ്കിൽ തങ്ങളുടെ ജോലിക്ക് സ്ഥിരതയില്ലാതാകുമോ എന്നുള്ള ഓരോ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ ത്രിതല സഹകരണ ബാങ്ക് എന്ന മാതൃക നടപ്പാക്കാൻ നബാർഡ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ചെയർമാനായ കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളെ ബന്ധിപ്പിച്ച് പൊതു സോഫ്റ്റ്വെയർ നടപ്പിലാക്കാനുള്ള പദ്ധതി നിർവഹണ ഘട്ടത്തിലാണ്. കേന്ദ്രത്തിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്ത് ഈ പരിഷ്കരണം നടപ്പാക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകുമെന്ന ആശങ്കയുണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ചാണ് സംസ്ഥാനം കേരള ബാങ്ക് രൂപവത്കരിച്ചത്. കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തില് ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കില് ലയിപ്പിച്ചിട്ടില്ല. കേരളത്തില് കേരള ബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പ്രാഥമിക സഹകരണ ബാങ്കിന്റെ ഏകദേശം 1200 കോടിയോളം രൂപ ഈ ഓഹരിയായി കേരള ബാങ്കിലുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തില് ജില്ലാ സഹകരണ ബാങ്കുകൾ രൂപവത്കരിച്ചാൽ ഈ ഓഹരികളൊക്കെ ജില്ലാ സഹകരണ ബാങ്കിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് സംശയത്തിലാഴ്ത്തിയിരിക്കുന്നത്. കൂടാതെ കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക സഹായവും ലഭിക്കുകയില്ലെന്ന ആശങ്കയുമുണ്ട്. ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്നത്. നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. നിലവിലുള്ള ഒഴിവുകൾ കൂടാതെ കൂടുതൽ ഒഴിവുകളൊക്കെ തന്നെ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്നും ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അങ്ങനെ ഇരിക്കുന്ന പ്രതീക്ഷയിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിലൂടെ ജില്ലാ സഹകരണ ബാങ്ക് രൂപീകരിച്ചാൽ തങ്ങളുടെ ജോലിക്ക് ഒരു ആശങ്ക ഉണ്ടാകുമോ, അല്ലെങ്കിൽ ജോലിക്ക് സ്ഥിരതയില്ലാതാകുമോ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിൽ കൂടി ഈ വാർത്ത ഉണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ
അത് ജില്ലാ സഹകരണ ബാങ്ക് രൂപീകരിക്കുകയാണെങ്കിൽ അത് കേരള ബാങ്കിനെ നിയമനത്തിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ കേരള ബാങ്ക് നിയമനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ആശങ്കയിൽ ആഴ്ത്തുമോ, അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് കേരള ബാങ്കിലേക്ക് മാറാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത കേരള ബാങ്കിലേക്ക് മാറിയാൽ തങ്ങളുടെ ജോലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളും ആശങ്കയുമാണ് ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ എന്താകും എന്ന് നമുക്ക് മുമ്പോട്ടുള്ള അവസരങ്ങളിൽ അറിയാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുക, അല്ലാതെ യാതൊരു ആശങ്കയുടെയും വഴി ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എല്ലാം നല്ലതിലേക്കാണ്, അല്ലെങ്കിൽ നല്ലതാണ്, എല്ലാവർക്കും ഗുണം ചെയ്യും എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാവരും മുമ്പോട്ട് പോവുക. അപ്പോൾ കേരള ബാങ്കിലെ ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ജോലി ലഭിക്കാനും എല്ലാവർക്കും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.